അത് ഇന്റർനെറ്റ് പോലും, അത് അശ്ലീല സാഹിത്യം പോലും നോക്കരുതാത്തത് നോക്കാതിരിക്കുവാൻ, വായിക്കരുതാത്തത് വായിക്കാതിരിക്കുവാൻ, കാണരുതാത്തത് കാണാതിരിക്കുവാൻ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തെങ്കിൽ കൺമോഹത്തിന് എന്നെ വശീകരിക്കുവാൻ ഒക്കത്തില്ല. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ആ നിയമത്തിലായിരിക്കണം പോകുന്നത്. പ്രൊവേർബ്സ് 23:31 ദയവായി വായിക്കാമോ? പ്രൊവേർബ്സ് സദൃശവാക്യം 23:31. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും, രസമായി ഇരിക്കുന്നതും നീ നോക്കരുത്. രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് നോക്കാൻ അങ്ങോട്ട് നോക്കരുത്. പിന്നല്ലേ കുടിക്കുന്ന പ്രശ്നം വരുന്നുള്ളൂ. അല്പം കുടിച്ചാൽ തകരാറുണ്ടോ? മോനെ നോക്കരുതടാ, പിന്നല്ലേ കുടിക്കുന്നേ. വേറൊരുത്തനത് രസമായി ഇറക്കുന്നത് നീ നോക്കരുത്. കണ്ണുമായി ഒരു നിയമം ചെയ്യ്. കൺമോഹം അല്ലെങ്കിൽ ചതിക്കും. അത് ജഡത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെതല്ല. ഒടുവിൽ അത് സർപ്പം പോലെ നിന്നെ കൊത്തും. നോക്കി നോക്കി ഇന്ന് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കിയാൽ നാളെ നിന്റെ കണ്ണ് പരസ്ത്രീയെ നോക്കും. തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെ പോയവരോട് ചോദിച്ചോ, അവരുടെ ജീവിത തകർച്ചകൾ നമുക്കൊരു മാർഗദർശിയായിരിക്കട്ടെ. കൺമോഹം വലിയ പാപത്തിൽ അകപ്പെടുത്തുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെ കാണിച്ചു. വീണു എന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരും എന്ന് അവനോട് പറഞ്ഞു. യേശുവിനെ കൺമോഹത്തിൽ പിടിക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ട്, ഞാൻ യേശുവിനെ എടുത്തു തൊടും, പിടിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു മലയിലേക്ക് കയറി. എന്റെ പിശാചേ, ആ മലയുടെയും ഈ ലോകത്തിന്റെയും സൃഷ്ടാവായതെന്ന് നീ അങ്ങ് വിട്ടുകളഞ്ഞല്ലേ. എൻ്റെ യേശു താഴ്ച അനുഭവിച്ചിറങ്ങി വന്നതുകൊണ്ട്, മനുഷ്യവേഷം പൂണ്ട് നടന്നതുകൊണ്ട് താൻ കേവലം മനുഷ്യനായിരുന്നില്ല, നിത്യനായ ദൈവവും പ്രപഞ്ചത്തിന്റെ യജമാനനുമാ. തൻ്റെ സൃഷ്ടിയായി ഈ ഭൂമിയുടെ മഹത്വം, ദ ഹോൾ സ്പ്ലെൻഡർ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. ഹോൾ സ്പ്ലെൻഡർ, ആ പദം മറക്കരുത്. ഇതിന്റെ സകല സമൃദ്ധിയും മഹത്വവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന സകലതും കൂടെ എൻ്റെ യേശുവിനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, കണ്ടോ, മാനുഷികമായി നിന്റെ കണ്ണുകൊണ്ടൊന്ന് നോക്ക്, അതിനെ ഒന്ന് മോഹിക്ക്, വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം കൂടെ നിനക്ക് തന്നേക്കാം. കൺമോഹത്തിൽ നിന്ന് എൻ്റെ യേശു രക്ഷപ്പെട്ടു. പിശാചിനോട് പറഞ്ഞു, പക്ഷേ നിന്നെയല്ല നമസ്കരിക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. ആ എഴുത്തെനിക്ക് കാണാം, അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ കണ്ണടയ്ക്കുക. കൺമോഹം. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. 3, ജീവനത്തിന്റെ പ്രതാപം. ഇത് മൂന്നും കൂടെ ഒന്ന് തന്നെയാ. ഞാൻ പറഞ്ഞു 3 ശക്തികൾ ഒരുവനെ വഞ്ചിക്കുവാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. ഒന്നാമത്തേത് ആദ്യം വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല. രണ്ടാമത്തേത് മൂന്നാമത്തേതും കൂടെ ഒരുമിച്ച് കൂടി. നാം ഒന്നിൽ ജയിച്ചാൽ അവിടെ കൊണ്ട് പിശാച് മാറത്തില്ല, അവൻ ഉള്ളത് മുഴുവനും കൊണ്ടുവരും എന്ന് മറക്കരുത്. ജീവനത്തിന്റെ പ്രതാപം എന്നാൽ എന്ത്? എൻ്റെ സമൃദ്ധി, എൻ്റെ വലിപ്പം, എൻ്റെ മഹത്വം മറ്റൊരാൾ കാണത്തക്കവണ്ണം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ എന്നെ അങ്ങ് നിർബന്ധിക്കുക. എൻ്റെ കയ്യിൽ ആകെപ്പാടെ 25,000 രൂപയുണ്ട്. എൻ്റെ അയൽവക്കക്കാരൻ ഒരു പുതിയ സ്കൂട്ടർ വാങ്ങിച്ചു, മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. എൻ്റെ അകത്ത് ദർ ഇസ് എ പ്രഷർ ടു പെർഫോം. അവൻ വാങ്ങിച്ച പോലെ ഒരെണ്ണം എനിക്കും വാങ്ങിക്കണം, ഞാനും കുറയരുത്. ഞാൻ കുറവല്ല. എനിക്കൊരു സൈക്കിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചവിട്ടാൻ ആരോഗ്യമുണ്ട്, ഉപയോഗിക്കാൻ അറിയാം, റോഡിന് വീതി കുറവ് മതി, നല്ല റോഡ് എൻ്റെ അടുക്കലുണ്ട്. പക്ഷെ ഐ നീഡ് ടു പെർഫോം. മറ്റൊരുത്തൻ കാണിച്ചു വെച്ചത് ഒന്ന് ചെയ്യാൻ വേണ്ടി, അവനെ അനുകരിക്കാൻ വേണ്ടിയുള്ള ഒരു വെറും പ്രകമ്പനമുണ്ടാകുന്നതിനെ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് വിളിക്കും. മറ്റൊരുവനായി ചമയുവാനുള്ള, മറ്റൊരു വ്യക്തിയായി വേഷം കെട്ടുവാനുള്ള എൻ്റെ വ്യാമോഹത്തെയാണ്, ജഡമോഹത്തിൻ്റെ ഏറ്റവും കൂടിയ പടിയാണത് ജീവനത്തിൻ്റെ പ്രതാപം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മെ ദൈവകൃപയിൽ നിന്ന് തകർക്കും എന്ന് മറക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ദയവായി നോക്കാമോ? യെശയ്യാവ് 12 മുതൽ 14 വരെ. ഇത് ലൂസിഫറിന്റെ ചിന്തയാ. വായിച്ചു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. ഒന്ന് നിൽക്കട്ടെ. അരുണോദയ പുത്രനായ ശുക്ര, ആ പദം
thou Lucifer, the son of morning star. മോനെ ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. Thou Lucifer, the son of morning star. ശുക്രൻ എന്നിവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം നമുക്കറിയാം. ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ചാത്തുമേനോന. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഭാഷാശൈലിയുടെ ഒരു ഭാഗം ഇവിടുന്ന് മനസ്സിലാവും. ചാത്തുമേനോനാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ലൂസിഫർ എന്ന പദത്തെയാണ് ശുക്രൻ എന്ന പേരിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അരുണോദയപുത്രനായ ശുക്ര, ദൗ സൺ ഓഫ് ലൂസിഫർ, ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായ ലൂസിഫർ, നിന്റെ ഹൃദയത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ചിന്ത എന്തായിരുന്നു? നീ കണ്ട ദൈവത്തെ പോലെ നീ ഒന്ന് ചമയുവാൻ നിനക്കൊരു തോന്നൽ. ഐ നീഡ് ടു പെർഫോം ലൈക്ക് സമ്മൺ എൽസ്. വേറൊരാളായി എനിക്കൊന്ന് ചമയണം. ബിഷപ്പ് ടി ഡി ജെയ്ക്സ് ഒരു പ്രസംഗം പറഞ്ഞു, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്കും അതുപോലൊരെണ്ണം പറയണം. ഞാൻ ടി ഡി ജെയ്ക്സ് ആകാൻ നോക്കുക. പാസ്റ്റർ വി എ തോമസ് ഒരു പ്രസംഗം പറഞ്ഞിരുന്നു, എനിക്കും അതുപോലൊന്ന് പറയണം, ഞാൻ വി എ തോമസ് ആകാൻ ശ്രമിക്കുക. പാസ്റ്റർ സാമച്ചൻ ഒരു പ്രവചനം പറഞ്ഞു, എനിക്കും അതുപോലൊന്ന് പറയണം, ഞാൻ സാമച്ചനാകാനായി ശ്രമിക്കുക. പാസ്റ്റർ പോൾത്തങ്കയ്യ ഈ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടായിരുന്നു, എനിക്കും അതുപോലൊന്നാകണം, ഞാൻ പോൾത്തങ്കയ്യാകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? വേറൊരാളിനെ അനുകരിക്കുവാനുള്ള താല്പര്യം ഇത് ലൂസിഫറിൽ നിന്ന് ആരംഭിച്ചതാണ്. ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, യു ബിക്കം എ ചീപ്പ് കോപ്പി ഓഫ് എ ഗ്രേറ്റ് ഒറിജിനൽ. ദൈവം എന്ന് ഒറിജിനൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, പിശാച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവനാ. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിശാച് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. യു ബിക്കം എ ചീപ്പ് കോപ്പി ഓഫ് ദ ഗ്രേറ്റ് ഒറിജിനൽ. ദൈവം ഉണ്ടാക്കിയ ആ വലിയ ഒറിജിനലിന്റെ ഒരു ചീപ്പ് കോപ്പിയായി നീ മാറും. വേണ്ട സഹോദര, വേണ്ട സഹോദരി, എനിക്ക് കൊള്ളാവുന്ന നിറം എന്താണെന്ന് എന്നെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തമ്പുരാൻ തീരുമാനിച്ചു. ഒരു നാടകത്തിൽ ഒരുപാട് പേർ അഭിനയിക്കാനായി കാണും. ഒരു നാടകത്തിൽ, ഇതൊരു നാടകമല്ല, ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പലരും കാണും. എല്ലാവരും ഒരേ സീൻ അഭിനയിച്ചാൽ അത് നാടകമാകത്തില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. ഒരു വലിയ ആർക്കിടെക്ട് പണിതെടുക്കുന്ന കെട്ടിടത്തിൽ ചെറിയ മുറികളുണ്ട്, വലിയ മുറികളുണ്ട്. ഒരു ചെറിയ മുറി വലിയ മുറിയാകാൻ ശ്രമിച്ചാൽ പിന്നെ അത് കെട്ടിടത്തിന്റെ ഭാഗമല്ല. ഈ പ്രപഞ്ചത്തിൽ ദൈവം ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു സ്ഥാനം തന്നു. അതിനാവശ്യമുള്ള നീളം എനിക്കുണ്ട്, അതിനാവശ്യമുള്ള വയർ എനിക്കുണ്ട്, അതിനാവശ്യമുള്ള നിറം എനിക്കുണ്ട്, അതിനാവശ്യമുള്ള സകലതും എനിക്കുണ്ട്. ഐ എം എ ഗ്രേറ്റ് ഒറിജിനൽ. ഐ ലവ് ടു ബി മീ. ഞാനായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. പിശാച് പറയും, അങ്ങനല്ല, നീ മറ്റേ പുള്ളിയായി മാറണം, നീ വേറൊരാളായി മാറണം. ഇത് അവന്റെ സ്വഭാവമാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അകത്ത് അവനവനെ ദൈവമാക്കിയിടത്ത് ദൈവഹിതത്തിനൊത്തവണ്ണം നാം വളരണമെന്നും നാം വികസിക്കണമെന്നും നമ്മുടെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടണമെന്നും കയറുകളെ നീട്ടണമെന്നും കുറ്റികളെ വിശാലതയിൽ അടിക്കണമെന്നും വിശ്വസിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് ഞാൻ. അത് മറ്റൊരാളിനെ അനുകരിക്കുകയല്ല, പകരം ദൈവം എന്നെ ആക്കിയിടത്ത് ഞാൻ വളരുകയാ. ഇത് രണ്ടും രണ്ടാ. ദൈവം എന്നെ ആക്കിയിടത്ത് 10 പേരെ കൂടെ കൂടുതൽ നേടണമെന്നും ദൈവം എനിക്ക് തന്ന സഭാഹോളിൽ 100 പേരുടെ കൂടുതൽ ഇരിക്കണമെന്നും ദൈവം എന്നെ ആക്കിയിടത്ത് അധികം പ്രയോജനപ്പെടണമെന്നും എനിക്ക് ആശയുണ്ട്. അത് മറ്റൊരാളായി അഭിനയിക്കുകയല്ല. ഐ ആം ഒറിജിനൽ. ഐ ലവ് ടു ബി മീ. ഞാനായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു, ഇന്നാരെ അനുകരിക്കുവാനല്ല. സിനിമാ നടൻ മുടി വെട്ടിയതുപോലെ എനിക്ക് മുടി വെട്ടണ്ട, എന്റെ മുടി വെട്ടുന്ന ശൈലി എന്റേതാ. സിനിമ നടി വസ്ത്രം ധരിച്ചതുപോലെ എനിക്ക് വസ്ത്രം ധരിക്കണ്ട, അത് അവളുടെ ശൈലി, എനിക്ക് എന്റെ ശൈലിയുണ്ട്. ഐ ലവ് ടു ബി മീ. ദൈവം എന്നെ ആക്കിയിടത്ത്, ദൈവം നിർത്തിയിടത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവനത്തിന്റെ പ്രതാപം മറ്റൊരാളായി അഭിനയിക്കുവാനുള്ള ചിന്ത. ലൂസിഫർ ദൈവത്തെ കണ്ടു, അവനൊരു താല്പര്യം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ സ്വർഗത്തിൽ കയറും. വായിച്ചു. ഞാൻ സ്വർഗത്തിൽ കയറും. ചെയ്യുമെന്നുള്ള ഇവന്റെ വ്യാമോഹങ്ങളാണ്. ഒന്ന്, ഞാൻ സ്വർഗത്തിൽ കയറും. എടാ, നിന്നെ സൃഷ്ടിച്ച സ്വർഗത്തിൽ കയറാനല്ല, അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വീഴ്ച വരത്തില്ലായിരുന്നു. 2 വായിച്ചു. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കു മീതെ വെക്കും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ദൈവത്തിന്റെ നക്ഷത്രങ്ങളെ ദൈവമിരുത്തി എന്നെ അവിടെ നിന്നും അല്ലെടുത്തത്. ഞാൻ ഐ എം ഗോയിങ് ടു ആക്ട്. ഞാൻ വേറൊരാളായി അഭിനയിക്കാൻ പോകുകയാണ്. ഞാൻ അങ്ങോട്ട് കളരും. പിന്നെ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ കയറി അവിടെ ഇരുന്ന് ഞാൻ അരുളും. ഞാൻ ആകും. ഇവന്റെ ചിന്തകൾ പോകുകയാണ്. ഇത് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഇതിനെയാണ് വിളിക്കുന്ന ജീവനത്തിന്റെ പ്രതാപം. അവിടേക്ക് ഇത് നമ്മെ വലിച്ചു കൊണ്ടുപോകും. ഒരൊറ്റ വീഴ്ച അവൻ വീണ നാട്ടിൽ തലയില്ലെന്നായി. മലയാളത്തിലെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, വീണ പറമ്പിൽ തലയില്ല.
ഒരുത്തനൊരു വലിയ മരത്തെ കയറി താവോട്ട് വീണു, ഒരു പറമ്പിലോട്ട് വീണു, തല ഒടിഞ്ഞ് തെറിച്ച് അടുത്ത പറമ്പിൽ പോയി വീണു, വീണ പറമ്പിൽ തലയില്ലാതായി. ആ സ്ഥിതിയിലാണ് ഇവൻ പോയത്. ഇതുപോലെ നമുക്ക് വരരുത്. ഓ ദൗ ലൂസിഫർ ദ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ, നിനക്കിത് പറ്റിയല്ലോ അരുണോദയപുത്ര, ഞങ്ങളെ നീ ഇതിലേക്ക് വശീകരിക്കുകയാണെന്ന് അറിയാം. ഔവയ്ക്ക് പറ്റിയത് ഇതാ, കൺമോഹത്തിലേക്ക്, ജഡമോഹത്തിലേക്ക്, ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് മാറാതെ നമുക്ക് ഒന്ന് സൂക്ഷിക്കാം. ഈ യൂദായുടെ ലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന, മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ജനത്തെ, ദൈവത്തിൻ്റെ ദൂതന്മാരെ, ആദിമ ലോകത്തെ ഒക്കെ ഉദാഹരണങ്ങളായി എടുത്തിട്ടുണ്ട്. അവരിൽ വന്ന ഒരു വലിയ പരാജയം, അവർ അന്യജഡം മോഹിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം വിശാലമായി ഞാൻ ഈ തിരുവചന ഭാഗം എടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു സഭായോഗത്തിൽ തന്നെ, അന്ന് ഞാൻ അവിടെ വരാം. സ്വന്തം വായിച്ച വാത്തുകൊള്ളാതെ ഒരു കൂട്ടം ദൂതന്മാർ സ്വർഗത്തിൽ വഷളായി. ദൈവം അവർക്ക് അനുവദിച്ചതല്ലാത്ത അന്യജഡം അവർ മോഹിച്ചു. മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുവാൻ ഇവരുടെ സൗന്ദര്യം ഒരു കൂട്ടം ദൂതന്മാരെ പ്രോത്സാഹിപ്പിച്ചു. സ്വന്തം വായിച്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അന്യജഡം മോഹിച്ച കാരണത്താൽ ദൂതന്മാരോട് ക്ഷമിക്കാതെ അവരെ അന്ധകാരത്തിന് ചങ്ങലയിട്ട് ദൈവം ആഘാതത്തിന്റെ കീഴിൽ സൂക്ഷിച്ചു. ദൂതന്മാരോട് ദൈവം ഒരു ക്ഷമയും കൊടുത്തില്ല. മനുഷ്യനോടോ, സോദോമും ഗോമോറയും അന്യജഡം മോഹിച്ചതിനാൽ തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു. നാമും അന്യജഡം മോഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കൺമോഹത്തിന് അടിമയാകരുത്, ജീവനത്തിന്റെ പ്രതാപത്തിന് അടിമകളാകരുത്. ദൈവം നമ്മെ നിർത്തിയിടത്ത് നിൽക്കാം. അവരന്യജഡം മോഹിച്ചതിനാൽ അനേകർ വീണുപോയി. അന്യന്റെ വക നാം ആഗ്രഹിക്കരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷയോട് വലിയ താല്പര്യമുണ്ട്. സാമച്ചന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട, എനിക്ക് പ്രവചന ശുശ്രൂഷ ഇഷ്ടമാണ്, എനിക്ക് പ്രസംഗം വലിയ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു വലിയ ബില്ലിഗ്രഹാമിന്റെ പ്രസംഗത്തോട് ബില്ലിഗ്രഹാം ആകണ്ട. ബില്ലിഗ്രഹാം ഈസ് എ ഗ്രേറ്റ് ഒറിജിനൽ. ഞാനും അതുപോലെ ദൈവം എന്നെ സൃഷ്ടിച്ച ഒരുത്തനാണ്. ദൈവത്തിന് വേണ്ട വലിപ്പത്തിലും, ദൈവത്തിന് വേണ്ട ശൈലിയിലും, ദൈവത്തിന് വേണ്ട ഭാഷയിലും, ദൈവത്തിന് വേണ്ട ഇടത്തും ദൈവം എന്നെ നിർത്തിയതിനാൽ ദൈവത്തിന്റെ പിക്ചർ പൂർണ്ണമാകണമെങ്കിൽ ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലെ ഞാൻ ഉണ്ടായിരിക്കണം. ലൂസിഫർ പറഞ്ഞത്, നോ, ഞാൻ അങ്ങ് മേളോട്ട് കയറാൻ പോകാം. ഇല്ല മോനെ, നീ അതുകൊണ്ട് താഴെ വീണു. അത് വരരുത്. ഇതിനകത്തിരിക്കുന്ന നമുക്കത് വരരുത്. ലവ് ടു ബി യുവർ സെൽഫ്. ഓക്കെ, വേറൊരുത്തന്റെ സഭാംഗത്തെ മോഹിച്ചാലോ? അവന്റെ സഭയെ ദൈവം കൊടുത്തയാൾ അവന്റെ സഭയിൽ പോകാനുള്ളതാ. എൻ്റെ സഭയെ ദൈവം തന്നത് എനിക്കുള്ളതാ. അന്യന്റെ സഭാംഗത്തെ മോഹിക്കാനല്ല, സ്വഭാവമല്ല, അനുകരണമല്ല, ദൈവമാക്കിയ ഒറിജിനലിൽ ഞാൻ വളർന്നു വരുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്, അതാത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ വണ്ടി കൊണ്ട് ഒരിക്കലും തേങ്ങ ഉണ്ടാകുന്ന തെങ്ങുണ്ടാക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. തെങ്ങിന്റെ വലിപ്പവും കിളരവും കണ്ടുകൊണ്ട് മാവ് ഓർത്തെന്നിരിക്കട്ടെ എനിക്കും കൂടെ തെങ്ങാകണമെന്ന് ഇല്ല മോനെ. ദൈവ സൃഷ്ടി അതല്ല. മാവിന്റെ അണ്ടിയിൽ നിന്ന് മാവേ ഉണ്ടാകത്തുള്ളൂ. അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സസ്യങ്ങളെ, ഫലമുള്ള സസ്യങ്ങളെ ദൈവം നിർമ്മിച്ചു. പാസ്റ്റർ പി.ഡി. ജോൺസന്റെ അതിശക്തമായ ദൂതുകളിൽ ഒന്ന് ഇതായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത മലയാളികളായ ക്രിസ്ത്യാനികളുടെ, പെന്തക്കോസ്തരുടെ രണ്ടാം തലമുറ ഒരെണ്ണം വഷളാകുകയും അമേരിക്കൻ ശൈലിയിലേക്ക് പോകുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. തമാശ കേട്ടോ. ഇവര് അമേരിക്കക്കാരുടെ വേഷം കെട്ടും, നാക്ക് കുഴച്ച് അവർ പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കും. അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല. കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കും, നിറം എന്നാ, ഇത് കറുത്ത കണ്ണ, മറ്റവൻ്റെ പൂച്ചക്കണ്ണ. പൂച്ചക്കണ്ണില്ലയോ, നീ ഞങ്ങളുടേതല്ലെന്ന് അവർ സൂക്ഷം പറയും. ഇവൻ ഈ പണ്ട് എന്തുവാ കാക്ക മയിലാകാൻ ശ്രമിച്ച പോലെ, പിള്ളേർ കേട്ടിട്ടുണ്ടോ കഥ? ഒരിക്കലും ഒരു കാക്കയ്ക്ക് തോന്നി എനിക്ക് മയിലാകണമെന്ന്. കാര്യം മയിലിനെ കണ്ടിട്ട് നല്ല രസം, കാക്കയെ കണ്ടിട്ട് അങ്ങനെ ഒരു രസമില്ല. മയിലിൻ്റെ പുറകെ പിള്ളേരെല്ലാം പോവുകയാണ്, കാക്കയുടെ പുറകെ കല്ലും കൊണ്ട് ആളുകൾ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് മയിലാകണമെന്നൊരു താല്പര്യം തോന്നി. ഒരു ദിവസം കാക്ക ഇങ്ങനെ കാട്ടിക്കൂടെ നടന്ന കൂട്ടത്തിൽ മയിലുകൾ ഇരുന്ന് ആടുന്ന സ്ഥലത്ത് മയിൽപ്പീലി പൊഴിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു. ഒരു കാക്ക ഇതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് അതിൻ്റെ എന്തുവാ ചിറകിനകത്തൊക്കെ ഇങ്ങനെ തിരികെ വെച്ചു. പക്ഷെ പിള്ളേർ മയിലിനെ പിടിക്കാൻ വന്നപ്പോഴാണ് മനസ്സിലായി ചിറകടിച്ചാൽ ഇതെല്ലാം താഴ്പ്പു, എനിക്കിത് കൊണ്ടുപോകാനൊക്കത്തില്ല.
ഒരുപാട് മയിൽപ്പീലി തിരികെയെങ്കിലും ഇത് പ്രയോജനപ്പെടത്തില്ല. ഒരുപാട് വേഷം കെട്ടി പൗഡറും ഇട്ട് കളറും അടിച്ച് ചമഞ്ഞടിച്ചൊക്കെ ചെല്ലുമ്പോഴാണ് മറ്റവൻ നോക്കുന്നത് ഇതൊന്നുമല്ല, കണ്ണിലോട്ട് മാത്രമേ ശ്രദ്ധിച്ച് നോക്കത്തുള്ളൂ. ഇന്ന് കണ്ണിന്റെ കളർ മാറ്റുന്ന സാധനമായി കണ്ടാൽ അവർക്ക് ഇപ്പോഴും അറിയാം. പറ, ഇതാൾ എന്നാന്നുള്ളത് അതിന്റെ ഒറിജിനാലിറ്റി എങ്ങും പോകുന്നില്ല. ഇറ്റ്സ് എ പ്രഷർ ടു പെർഫോം. അവനതായതുകൊണ്ട് എനിക്കും അതാകണം, അവൻ ഈ കാറ് വാങ്ങിയത് കൊണ്ട് എനിക്കും ഈ കാറ് വാങ്ങണം, അവൻ ഇത് ചെയ്തത് കൊണ്ട് എനിക്ക്